യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇത്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ഓരോന്നും നോക്കിയിട്ട് നമ്മൾ ഹാർട്ട് ഇട്ട് കൊടുക്കേണ്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് വായിക്കേണ്ടോ അതൊന്നും ആവശ്യമില്ല. കമൻറ്റ് വായിക്കണം, നല്ല അടിപൊളി ഇമ്പോർട്ടൻ്റ് ഉള്ള കമൻറ്റൊക്കെ വായിച്ചിട്ട് നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം, അത് പ്രശ്നം വേറെയാണ്. പക്ഷേ നമുക്ക് കുറേ കമൻറ്റ് വായിച്ചിട്ട് കുറേ നിരന്തരമായിട്ട് പല വീഡിയോക്കും പഴയ വീഡിയോക്കെല്ലാം നമുക്ക് ഇപ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല, നമ്മൾ കണ്ടില്ല എന്ന് വരില്ല, നമുക്ക് പെട്ടെന്ന് റീപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ റീപ്ലൈ കൊടുക്കുന്ന രൂപത്തിൽ യൂട്യൂബ് നല്ല അടിപൊളിയായിട്ട് അപ്ഡേറ്റും വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ ഉപകാരമായിരിക്കും. ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹാർട്ട് കൊടുക്കാൻ പറ്റും, അവർക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റും. അവർ നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കി അവർ രണ്ടാമത് തിരിച്ച് നിങ്ങളെ ചാനലിലേക്ക് വീഡിയോ കാണാത്തവരാണെങ്കിൽ പോലും നിങ്ങളെ വീഡിയോസ് കണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് കേട്ടോ ഇത്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഏതെങ്കിലും പഴയ വീഡിയോ ആയിരിക്കും അവർ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് റീപ്ലൈ കൊടുത്തു എന്ന് കണ്ടാൽ അവർക്ക് പിന്നെയും നോട്ടിഫിക്കേഷൻ പോകും. പിന്നെയും നോട്ടിഫിക്കേഷൻ പോകുന്ന സമയത്ത് അവരെ നോട്ടിഫിക്കേഷൻ ടാബിൽ അവിടെ നിങ്ങൾ കൊടുത്ത റീപ്ലൈ കണ്ടിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ റെഡ് കളറിൽ നിങ്ങൾ മാർക്ക് കാണിക്കുന്നുണ്ടാവും, നിങ്ങളെ ചാനൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കയറി നിങ്ങളുടെ ചാനലിലേക്ക് കയറാൻ പറ്റും. കയറിയിട്ട് നിങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തത് അവർക്ക് റിപ്പീറ്റായിട്ട് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്കിത് വളരെ ഉപകാരമാണ്. നമ്മൾ യൂട്യൂബ് തന്നിരിക്കുന്ന നല്ല ഉപകാരമുള്ളൊരു അപ്ഡേഷൻ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം ഇതേപോലെ എനിക്ക് പറ്റിയിട്ടുണ്ട്. കമൻറ്റ് നോക്കാൻ പറ്റിയിട്ടില്ല, നോക്കാൻ സമയം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏതെങ്കിലും സമയത്താണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യത്തെ കമൻറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ, ലാസ്റ്റ് ഇട്ട് വീഡിയോൻ്റെ കമൻറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അതിനായിട്ട് മുമ്പത്തെ കമൻറ്റൊന്നും നമ്മൾ നോക്കുന്നില്ല. അങ്ങനത്തെ പഴയ വീഡിയോക്കെല്ലാം കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പോൾ പഴയ വീഡിയോക്കായിരിക്കും അവർ കമൻറ്റ് ഇടുന്നുണ്ടാവുക. അപ്പം നമുക്ക് അത് കണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് നമ്മളെ വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് സ്റ്റുഡിയോയിൽ ഓൾറെഡി ഞാൻ വൈറ്റ് സ്റ്റുഡിയോയിലാണ് ഉള്ളത്. വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബ് എന്നൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും. അനാലിറ്റിക്സ് ഏർണിങ്സിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും കേട്ടോ. അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് കമൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. കമൻറ്റ് ടു ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും കേട്ടോ ഒരു സെക്ഷന്. കമൻറ്റ് ടു ഹാർട്ട് ഇതെല്ലാവർക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. വ്യൂ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ടു ഹാർട്ട് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കമൻറ്റ് ടു ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ട ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ ഇടയ്ക്ക് അപ്ലോഡ് ഇട്ട വീഡിയോൻ്റെ കമൻറ്റ് നല്ലൊരു മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നു. കമൻറ്റ് ഇട്ടിട്ട് ഒരു മാസമായി കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഈ കമൻറ്റ്. ലാസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് ലാസ്റ്റ് വീഡിയോ അതിന് ശേഷം ഞാൻ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർ പഴയ വീഡിയോക്കാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ പഴയ വീഡിയോൻ്റെ കമൻറ്റാണ്. അപ്പോൾ നമുക്കിത് ഇവർക്കെല്ലാം ഒന്ന് റീപ്ലൈ കൊടുക്കുകയെന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ ഇത് ഓരോന്ന് തപ്പിപ്പെറുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തപ്പിപ്പെറുക്കാണ്ടി വരും അല്ല. അപ്പം ഇത് നമുക്ക് ഓൾറെഡി 30 കമൻറ്റ് ഇടാനുള്ള കമൻറ്റ് വന്നതിൻ്റെ സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും കമൻറ്റ് ടു ഹാർട്ട് എന്നുള്ളൊരു സജസ്റ്റഡ് 30 കമൻറ്റിന് നമ്മൾ റീപ്ലൈ ഒന്നിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഹാർട്ട് ആഡ് ഹാർട്ട്സ് ടു ആൾ എന്ന് പറഞ്ഞിട്ട് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ 30 കമൻറ്റിലേക്കും നമ്മളെ ഹാർട്ട് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എല്ലാ കമൻറ്റിനും ഓൾറെഡി ഹാർട്ട് പോയി. 30 കമൻറ്റിനും ഓൾറെഡി ഹാർട്ട് പോയി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് റീഫ്രഷ് അടിക്കുക. ജസ്റ്റ് ഒന്ന് പിന്നെ റീഫ്രഷ് അടിക്കുക. റീഫ്രഷ് അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ കമൻറ്റ് പിന്നെയും അതേപോലത്തെ ഒരു സെക്ഷൻ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെയും നമുക്ക് ഇപ്പോൾ 30 വീഡിയോസ് ഇല്ല, ഞാൻ ഓൾറെഡി അത് 30 കൊടുത്തു. 69 വീഡിയോസ് ഓൾറെഡി ടോട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ 29 സജസ്റ്റഡ് വീഡിയോ ആണ് കാണിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള കമൻറ്റിനും ഓൾറെഡി ഞാൻ റീപ്ലൈ കൊടുത്തതാണെന്ന് കരുതിക്കോളാം. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, അതേപോലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും ഇവിടെ ആഡ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ മൊത്തം വീഡിയോക്കും ഓൾറെഡി ഹാർട്ട് പോയി കഴിഞ്ഞിട്ടാ. ഇത് പഴയ വീഡിയോക്കും പുതിയ വീഡിയോക്കും എല്ലാ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനും ഇവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ബാക്കപ്പ് പോയിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ അതുപോലത്തെ ടാബ് തന്നെ വന്നിട്ടുണ്ടോ നോക്കാട്ടാ. ഇതിപ്പോൾ ഇല്ല, കഴിഞ്ഞു. ഓക്കെ, ഞാൻ എത്ര കമൻറ്റാണ് ഇപ്പോൾ റീപ്ലൈ കൊടുക്കാനുണ്ട്. അതിൻ്റെ അടുക്കുന്ന ഇപ്പോൾ ലാസ്റ്റ് വന്ന വീഡിയോസിൻ്റെ കമൻറ്റെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ച്. ഓക്കെ, ഇതൊന്നും ഓൾറെഡി റീപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ രണ്ടാമത് റീഫ്രഷ് ചെയ്ത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റീഫ്രഷ് ചെയ്ത് കൊടുക്കാം. റീഫ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക്
കുറേ സജസ്റ്റഡ് കമൻറ്റ്, ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റുകളാണ് നമുക്ക് സജസ്റ്റൻ ചെയ്ത് തരിക കേട്ടോ. അതിൻ്റെ താഴത്ത് നിങ്ങളിവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ആരെ ചാനലിൽ നിന്നാണ് ഇവിടെ കാണിക്കുന്നുണ്ടാവും കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് സുമീസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലായിരുന്നു. ആദ്യം നമ്മുടെ സബ്സ്ക്രൈബറാണ്, ആ ചാനലിലാണ്. രണ്ടാമത് ഇവിടെ കുറേ ഇങ്ങനത്തെ കുറേ നല്ല നല്ല ചാനലുകൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഓൾറെഡി എൻ്റെ ഹാർട്ട് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കമൻറ്റ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടാരാന്നൊന്ന് മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഹാർട്ട് ഒന്നിച്ചിട്ട് കൊടുക്കണമെന്ന് പറയുന്ന ഓപ്ഷനും ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്ഷൻ ഓൾറെഡി മുമ്പേ ഉള്ളതാണ് കേട്ടോ. ഈ ഓപ്ഷൻ ഓൾറെഡി മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഇതാണ് ഓൾറെഡി ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് ഹാർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒന്നിച്ചിട്ട് നമുക്ക് കമൻറ്റ് റീപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് അവർക്ക് നോട്ടിഫിക്കേഷൻ പോവുകയും അവർ പെട്ടെന്ന് നമ്മളെ ചാനൽ കയറി ചെക്ക് ചെയ്യാനും നമ്മളെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടാനും ഹെൽപ്ഫുള്ളായ ഒരു അപ്ഡേഷനാണ് യൂട്യൂബ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കമൻറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തിട്ട് ഇതുപോലെ ഓൾറെഡി നിങ്ങളെ ചാനൽ വന്നിട്ടുണ്ടോ എന്ന് അപ്ഡേഷൻ നോക്കുക. എന്നിട്ട് പെട്ടെന്ന് അവർക്ക് എല്ലാവർക്കും ഒന്നിച്ചിട്ട് ഹാർട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളെ വീഡിയോ റീച്ച് കൂടാനും, നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും പോസിറ്റീവ് കമൻ്റ് ആണെങ്കിലും കമൻറ്റ് തന്നെയാണ്. യൂട്യൂബ് നോക്കുന്നത് നിങ്ങൾക്ക് എത്ര കമൻറ്റ് വന്നു എന്നാണ്. ഓക്കെ, എത്ര കമൻറ്റ് വന്നു, എത്ര ലൈക്ക് വന്നു, ഇതൊക്കെ കണ്ടിട്ടാണ് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷനിൽ ഇടുക. അപ്പോൾ നമ്മളിതുപോലെ അപ്ഡേഷൻ വരുന്ന സമയത്ത് ഇങ്ങനത്തെ നല്ല നല്ല അപ്ഡേറ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും.